അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. കാരണം എന്തെന്നാൽ ഇന്ന് ഈ ലോകം ശരവേഗത്തിൽ വികസന പാതകൾ വെട്ടിത്തുറന്നു വായുമ്പോൾ പരിസ്ഥിതി എന്നത് ഒരു അക്ഷരത്തിൽ ഒതുങ്ങുന്ന ഒരു വാക്കായി മാത്രം മാറുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നുകയാണ്. ഇവിടെ നാം പണ്ട് കണ്ടുകൊണ്ടിരുന്ന പരിസ്ഥിതിയെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പണ്ട് നമ്മുടെ നാട് എങ്ങനെയായിരുന്നു? കളിയണിഞ്ഞ കാളന്റെ അമ്മയാണ്, മഴമേഘങ്ങൾ എന്റെ കൂടെയുണ്ട്, ഇവിടെ പ്രപഞ്ചം കളിയാണ്, ഇവിടെ കളികൾ പൂവൊഴി എന്ന കാലത്ത് നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങുന്ന വിപത്തുക്കൾ ഇന്ന് കൺമുന്നിൽ തത്സമയം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരിസ്ഥിതി എന്നത് മനുഷ്യരുടെ ഇടപെടലില്ലാത്ത ലോകം എന്നുള്ള നിർവചനത്തിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അതിനു പകരം ഇന്ന് നമ്മൾ പരിസ്ഥിതിയെ തച്ചുടയ്ക്കുകയാണ്. മനുഷ്യൻ വികസനത്തെ യാതൊന്നത്തെ ശ്രമിച്ച് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പരിസ്ഥിതിയെ വലിച്ചു കീറുന്നു. മരങ്ങൾ വെട്ടി നശിപ്പിച്ച് ബഹുനില കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഗണ്യമായതിൽ കത്തിക്കുകയും വലിച്ചെറിയുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ പരിസ്ഥിതിയെ കുഴിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ യുനെപ്പാണ് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യുന്ന ആഗോളതല സംഘടന. യുനെപ്പ് 3 രീതിയിലാണ് പരിസ്ഥിതി സംരക്ഷണത്തെ നോക്കിക്കാണുന്നത്. 1. ആഗോളതാപനം, 2. ജൈവ വൈവിധ്യ നഷ്ടം, 3. മലിനീകരണം. ആഗോളതാപനം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധാലുക്കളാവേണ്ടതാണ്. ഡീസൽ പെട്രോൾ വാഹനങ്ങൾ മാറ്റി ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ ജൈവ വൈവിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ മരം കയറ്റങ്ങൾ അവസാനിപ്പിക്കുക, മരങ്ങൾ വെട്ടിക്കുറിക്കാതെ കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക, വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ പുറകെ പോകാതെ പ്രകൃതിക്ക് അനുയോജ്യമായ നിർമ്മാണങ്ങൾ നടപ്പിലാക്കുക, അന്തരീക്ഷത്തെയും ജലത്തെയും മണ്ണിനെയും മലിനപ്പെടുത്താതിരിക്കുക, അവയെ